പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 16-ാം തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ മറ്റൊരു വിശുദ്ധ ദിനത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവകൃപ അനുഭവിപ്പാൻ ഈ ഞായറാഴ്ച ദിവസം ഏവർക്കും തമ്പുരാൻ അവസരം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 29-ാം വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 29 നാം ഇപ്രകാരം വായിക്കുന്നു: വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടൽ കൂടെ കടന്നു, അത് മിസ്രൈമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസം എന്ന വാക്കിന്, ആ വലിയ ആഴമേറിയ പദത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു നിർവചനം നൽകിക്കൊണ്ട് വിശ്വാസ വീരന്മാരുടെ പട്ടിക ക്രൈസ്തവ ലോകത്തിന് നിരത്തുന്ന ധന്യമായ ഒരു അധ്യായം തന്നെയാണ്. ഇവിടെ മോശയോടുള്ള ബന്ധത്തിൽ, ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ചില വാക്യങ്ങളിൽ എടുത്തു പറഞ്ഞിട്ട് ഇന്നത്തെ വാഗ്ദത്ത വചനമായ 29-ാം വാക്യത്തിൽ രണ്ട് കൂട്ടരെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ഇസ്രയേല്യർ, രണ്ട് മിസ്രൈമ്യർ. രണ്ടുപേരും ഒരു പ്രവൃത്തി ചെയ്തു. പക്ഷേ ആ പ്രവൃത്തിയിൽ ഒരാൾ വിടുതൽ പ്രാപിക്കുകയും മറ്റൊരു കൂട്ടർ തകർന്നു പോവുകയും ചെയ്തു. എന്താണ് ഇതിന്റെ കാരണം? ഇത് വളരെ ഗൗരവമേറിയ ഒരു കാര്യം തന്നെയാണ്. ഇതിന്റെ പശ്ചാത്തലം നമുക്ക് ഏവർക്കും അറിയാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം നാം പഠിക്കുമ്പോൾ ഈ സംഭവം വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെ, ഇസ്രായേൽ ജനം മോശയോട് പിറുപിറുത്തു എന്നും മോശയ്ക്കെതിരെ സംസാരിച്ചു എന്നതുമൊക്കെ ശരിയാണ്. പക്ഷേ മോശ ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കെ, നമ്മൾ ഇന്ന് കാണുന്ന മിസ്രൈമിനെ ഇനി ഒരിക്കലും കാണുകയില്ല. തുടർന്ന് ദൈവത്തോട് മോശ അഭയാചന കഴിച്ചപ്പോൾ മോശയോട് ദൈവം പറയാണ്, നീ എന്തിനാ മോശയെ നിലവിളിക്കുന്നത്? മുൻപോട്ട് പോ, നിന്റെ കയ്യിലുള്ള വടി അങ്ങോട്ട് നീട്ട്. നാം വായിക്കുന്നു, വളരെ ശക്തമായി മോശ ദൈവിക ആലോചന ശ്രവിച്ചതിന്റെ ഫലമായി അത് അതുപോലെ മോശ പാലിക്കുകയാണ്. വിശ്വാസത്തോടെ മോശ തന്റെ കയ്യിലിരുന്ന കരം വടി നീട്ടുകയും രാത്രി മുഴുവനും കാറ്റടിച്ച് ഇതാ രണ്ട് ഭാഗമായി കുത്തിയൊഴുകുന്ന ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടു. വളരെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ. അതുവരെ അവർക്ക് മുൻപിൽ പോയിരുന്ന ദൂതൻ ഇവരുടെ പിൻപിൽ വരികയും മിസ്രൈമ്യരും ഇസ്രയേലിനും അടുക്കാതെ വണ്ണം അവർ തമ്മിൽ അകലം പാലിച്ച് ഇതാ ഇസ്രയേലിന് പ്രകാശപൂരിതമായും മിസ്രൈമിന് അന്ധകാരമായും മാറി. വിശേഷപ്പെട്ട മിസ്രൈമിന്റെ 600 രഥങ്ങൾ ഉൾപ്പെടെ സകലരും ഇസ്രയേലിനെ പിന്തുടർന്നു. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, നാം വായിച്ച വാഗ്ദത്ത വചനത്തിൽ വിശ്വാസത്താൽ ഇസ്രയേൽ ജനം ചെങ്കടലിൽ കൂടെ കരയിൽ കൂടെ എന്ന പോലെ കടന്നു. അതെ, ഞാൻ ആമുഖമായി പറഞ്ഞു, മോശയോട് പിറുപിറുത്തു, ദൈവത്തോട് പിറുപിറുത്തു. പക്ഷേ മോശ പിന്നീട്
അവരോട് പറഞ്ഞപ്പോൾ അവർ അവിശ്വസിക്കാതെ ഇറങ്ങിത്തിരിച്ചു. ഈ അവരുടെ മുമ്പിൽ ഒഴുകിയിരുന്ന ചെങ്കടൽ രണ്ടായി, അത് ചിറ പോലെ കെട്ടി നിൽക്കുകയാണ്. എന്നിട്ടും സംശയിക്കാതെ അവിശ്വസിക്കാതെ മോശയുടെ വാക്കിനെ വിശ്വസിച്ച് അവർ ചെങ്കടൽ കൂടെ നടക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഈ വിശുദ്ധ ദിനം, ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻപിൽ ജീവിതത്തിന്റെ പല ചെങ്കടലുകളും കുത്തിയൊഴുകുകയാണ്. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ, ആരോഗ്യ വിഷയങ്ങൾ, സാമ്പത്തിക വിഷയങ്ങൾ, ജോലിയുടെ പ്രശ്നങ്ങൾ, നിലനിൽപ്പിന്റെ പ്രശ്നങ്ങൾ എന്നു വേണ്ട പല പല പ്രയാസത്തിൽ കൂടെ ഞാൻ നിങ്ങൾ പോവുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കൂട്ടായ്മ കൂടുന്നുണ്ട്, ആരാധന കൂടുന്നുണ്ട്, ഒക്കെ ഉണ്ടെങ്കിലും ഈ ഇസ്രായേൽ ജനം മോശയുടെ വാക്ക് വിശ്വസിച്ച് ചെങ്കടലിന്റെ നടുവിലേക്ക് ഇറങ്ങിയതുപോലെ നമുക്ക് ഇത്ര അചഞ്ചലമായ ഒരു വിശ്വാസമുണ്ടോ? ഇത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വിശ്വാസമൊക്കെ സാഹചര്യം അനുസരിച്ച് മാറിയും കേറിയും നിൽക്കും. ഇന്ന് ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ, കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ ഭയങ്കര വിശ്വാസമാണ്. നമ്മുടെ വാക്കുകളൊക്കെ വചനാധിഷ്ഠിതമായി ശക്തമായ വാക്കുകളും വാക്യങ്ങളും ഒക്കെ വരും. പക്ഷേ കൂട്ടായ്മ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തുമ്പോൾ, നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ, നമ്മുടെ മേൽ ഒരു ചെറിയ പ്രശ്നം, ഒരു ഫോൺ കോൾ, നമുക്കെതിരെ ഒരാള് സംസാരിച്ചു, പ്രവർത്തിച്ചു, നമ്മുടെ കുഞ്ഞിനൊരു വിഷയം, കുടുംബത്തിനൊരു വിഷയം, അപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ വാക്യങ്ങളും വാക്കുകളും വിശ്വാസങ്ങളും ഒക്കെ കാറ്റിൽ പറക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചയുടെ കാരണം നമ്മൾ തന്നെയാണ്. നാം വിശ്വാസത്തോടെ നമ്മുടെ മുമ്പിൽ കുത്തിയൊലിക്കുന്ന ചെങ്കടലിലോട്ട് ഇറങ്ങണം. അത് ഞാനും നിങ്ങളും തീരുമാനിച്ചിറങ്ങുന്നതല്ല. സ്വർഗത്തിലെ ദൈവം തന്റെ ദാസനായ മോശയോട് പറഞ്ഞതനുസരിച്ച് മോശ തന്റെ ജനത്തെ നയിക്കുന്നതാണ്. നമുക്ക് ലഭിക്കപ്പെട്ട ദൈവവചനപ്രകാരം നമ്മളെ ഉറപ്പിച്ച് ബലപ്പെടുത്തി ദൈവത്തിന്റെ വചനം ധൈര്യപ്പെടുത്തുമ്പോൾ, പ്രിയമുള്ളവരെ, ശങ്കിച്ച് നിൽക്കാതെ, ചോദ്യം ചെയ്യാതെ, സംശയിക്കാതെ നാം ഇറങ്ങിത്തിരിക്കണം. ദൈവം അവിടെ ഇടപെടും, പ്രവർത്തിക്കും. എന്നാൽ ഇസ്രായേൽ ജനം ഇറങ്ങി ചെങ്കടല് കടക്കുന്നത് കണ്ടുകൊണ്ട് മിസ്രയീമ്യര് കൂടെ ഇറങ്ങി. പക്ഷേ സ്വർഗത്തിലെ ദൈവം അവരോട് കൂടെ ഇല്ലായിരുന്നു. സ്വർഗത്തിലെ ദൈവം പറഞ്ഞിട്ടല്ല മിസ്രയീമ്യർ ഇറങ്ങിയത്, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ആഴത്തിലല്ല മിസ്രയീമ്യർ ഇറങ്ങിയത്. അവരുടെ മുമ്പിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ: ഞങ്ങളുടെ കയ്യിൽ നിന്നും ഇസ്രായേല്യർ വിട്ടുപോയി, അവരെ തിരിച്ചു കൊണ്ടുവന്ന് ഞങ്ങളുടെ പണിശാലകളിൽ പണിയിപ്പിക്കണം, അടിമത്വത്തിലേക്ക് വീണ്ടും മടക്കി എത്തിക്കണം. എന്നാൽ സ്വർഗത്തിലെ ദൈവം അടിമത്വത്തിൽ നിന്നും വിടുവിച്ച് കനാൻ നാട്ടിലോട്ട് കൊണ്ടുപോകുവാൻ ഇറക്കിയത് വീണ്ടും ഫറവോന്റെ കയ്യിൽ കൊടുക്കുവാനല്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ ചില വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ അതിൽ നിന്നും നിങ്ങളെ വിളിച്ചിറക്കിയത്, ഈ ദൈവജനം കയ്യിൽ തന്നത്, മുൻപോട്ട് പോ, എന്തിന് നിലവിളിച്ചിവിടെ നിൽക്കുന്നു എന്നുള്ള ചോദ്യത്തോടുകൂടി നിങ്ങളെ ഇറക്കിക്കൊണ്ടുവന്ന ദൈവം പിന്നെയും അടിമ നുഖത്തിൻ കീഴിൽ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. നിങ്ങളെ തകർക്കുവാനായി ബുഭുഷ്യയോട് അലർന്ന സിംഹം പോലെ നമുക്ക് ചുറ്റും ഊടാടി നടക്കുന്ന സകല സാത്താന്യ ശക്തിയെയും അതെ ചെങ്കടലിൽ മുക്കിക്കളഞ്ഞു. ദൈവത്തിന്റെ പദ്ധതി എത്ര വലുതാ പ്രിയമുള്ളവരെ. ദൈവത്തിൽ വിശ്വസിച്ച് മോശയുടെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ചവർ ചെങ്കടൽ കരയിൽ എന്ന പോലെ നടന്ന് അക്കരെ കയറി. എന്നാൽ
ദൈവജനത്തെ പീഡിപ്പിക്കുവാൻ, വേദനിപ്പിക്കുവാൻ, പിടിച്ചു വീണ്ടും കൊണ്ടുപോകുവാനായി ഇറങ്ങിത്തിരിച്ചവർ അതേ ചെങ്കടലിൽ അവരെ ഇറങ്ങി കുറെ ഓടി. നാം വായിക്കുന്നു, അവർ അവസാനം നേരം വെളുത്തപ്പോൾ തിരിഞ്ഞോടാൻ ശ്രമിക്കുക. പക്ഷേ ഒരു കുളമ്പ് പോലും രക്ഷപ്പെടാതെ അവർ മുഴുവനും മുങ്ങിപ്പോയി. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ഏത് കൂട്ടത്തിലാണ് നിലകൊള്ളുന്നത്? വിശ്വാസമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, പ്രസംഗിക്കാൻ മാത്രം പറഞ്ഞാൽ പോരാ, പ്രാർത്ഥിക്കാൻ മാത്രം വാക്യങ്ങൾ ചേർത്ത് ഒത്തുവാക്യത്തിൽ പ്രാർത്ഥിച്ചാലും പ്രസംഗിച്ചാലും പോരാ. നമ്മുടെ മുമ്പിൽ ചെങ്കടൽ അലറിയാഞ്ഞൊഴുകുമ്പോഴും ദൈവശബ്ദത്തിന് മുമ്പാകെ വിശ്വാസത്തോടെ ഇറങ്ങിത്തിരിച്ചാൽ നിശ്ചയമായും ആ ചെങ്കടൽ നമ്മെ ഒന്നും ചെയ്യുകയില്ല. പക്ഷേ നമ്മെ എന്തൊക്കെയോ ചെയ്തു കളയും, തകർത്ത് കളയും, മുടിച്ചു കളയും എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന മിസ്രൈമ്യർക്ക് തുല്യരായവരെ ആ ചെങ്കടൽ നിശേഷം നശിപ്പിച്ച് കളയുമെന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആകയാൽ പ്രിയ ദൈവമക്കളെ, വിശ്വാസത്തോടെ ഇന്നത്തെ ദിനം ഇറങ്ങിത്തിരിക്കുക. നമ്മുടെ മുൻപിൽ ചെങ്കടലുണ്ട്, പിന്നിൽ ശക്തരായ മിസ്രൈമ്യരുമുണ്ട്. നാം ഇറങ്ങിത്തിരിച്ചത് സ്വർഗത്തിലെ ദൈവത്തെ കണ്ടുകൊണ്ട. നമ്മുടെ പുറകിൽ ഫറവോന്യ സൈന്യമുണ്ടെന്നും മുൻപിൽ ചെങ്കടലുണ്ടെന്നും നമ്മളത് അപ്പുറം കടന്ന് എത്തേണ്ടിടത്ത് എത്തണമെന്നും നമ്മെ വിളിച്ച ദൈവത്തിനറിയാം. ആ ദൈവം നമ്മളെ എത്തേണ്ടിടത്ത് എത്തിക്കുവാൻ വേണ്ട വഴി തുറക്കുകയും നമ്മളെ പിടിച്ചു കെട്ടുവാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഫറവോന്റെ സൈന്യത്തെ തകർക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളായിട്ടൊന്നും ചെയ്യണ്ട. നമ്മൾ ചെയ്യേണ്ടത് വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, വചനത്തിൽ അടിയുറച്ച് മുൻപോട്ട് പോകുക. നിങ്ങളുടെ പ്രശ്നം എത്ര വലുതായിക്കൊള്ളട്ടെ, എത്ര പഴയതായിക്കൊള്ളട്ടെ, എത്ര സങ്കീർണമായിക്കൊള്ളട്ടെ, നിങ്ങൾക്കെതിരെ എത്ര ശക്തരായ ആളുകളും ഇറങ്ങിക്കൊള്ളട്ടെ, മിസ്രൈമിലെ സാധാരണ രഥങ്ങളും കുതിരച്ചേവകരും കൂടാതെ 600 വിശേഷപ്പെട്ട രഥങ്ങളാണ് ഇസ്രായേൽ ജനത്തിന്റെ പിന്നാലെ വന്നത്. അതെ, നമുക്കെതിരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും, നമ്മുടെ ശുശ്രൂഷയ്ക്കും, നമ്മുടെ ഭാവിക്കുമെതിരെ അനേക വിശേഷപ്പെട്ടവർ ഇറങ്ങിത്തിരിക്കും. പക്ഷേ അവരുടെ ആയുസ് ചെങ്കടലിൽ ഒടുങ്ങുവാൻ വേണ്ടി മാത്രമുള്ളതാണ്. പക്ഷെ ഒരു ദൈവ പൈതൽ ഈ ചെങ്കടലും കടക്കും. ഹല്ലേലൂയ. മുൻപോട്ട് വരുന്ന യോർദാനും കടക്കും. അതിനപ്പുറത്ത് നിൽക്കുന്ന എരിഹോ കോട്ടയും തകർന്ന് അവർ മുൻപോട്ട് പോകും. കാരണം വിളിച്ചവൻ വിശ്വസ്തന. ഇന്ന് പകൽ നിങ്ങളുടെ വിഷമം സ്വർഗത്തിലെ ദൈവം ഏറ്റെടുക്കട്ടെ. വിദൂരത്തായിരിക്കുന്ന മക്കളുടെ വിഷമമാണോ? രോഗമാണോ? ഭാരമാണോ? സാമ്പത്തികമാണോ? ജീവിതത്തിൽ നമുക്ക് ഒരു പങ്കുമില്ലാത്ത വിഷയത്തിൽ നേരിടുന്ന ചില ഭാരപ്പെടുത്തുന്ന അവസ്ഥകളാണോ? തമ്പുരാൻ അറിയട്ടെ, നമ്മുടെ ചെങ്കടലിനെ അപ്പോൾ നമുക്ക് വേണ്ടി വിഭാഗിക്കുകയും മറുകര കടക്കുവാൻ ഇടയാക്കുകയും ചെയ്യും. അങ്ങനെ ഇന്ന് നാം നേരിടുന്ന സകല പ്രശ്നങ്ങളിലും പരിപൂർണ വിജയം നൽകി അനുഗ്രഹത്തോടെ, ദൈവകൃപയോടെ സ്വർഗത്തിലെ ദൈവം നടത്തി ഒരു വിജയ ജീവിതം നയിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തി ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ വിശുദ്ധ ദിനത്തിന്റെ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2025 2-ാം മാസത്തിന്റെ ഒരു പുതുവിശുദ്ധ ദിനം കൂടെ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഇസ്രായേൽ ജനം ദൈവദാസനായ മോശ പറഞ്ഞ വാക്ക് കേട്ട് വിശ്വസിച്ച് മുൻപോട്ട് ഇറങ്ങിയത് കൊണ്ട് കുത്തി ഒഴുകി വന്ന ചെങ്കടൽ അവരുടെ മുമ്പിൽ പിളർന്നു മാറി. അവർ കരയിൽ എന്ന പോലെ നടന്ന് അക്കരെ കടക്കുകയും അവരെ പിടിച്ചടക്കുവാൻ, തകർക്കുവാൻ പിന്നാലെ വന്ന മിസ്രൈമ്യ സൈന്യം അതേ ചെങ്കടലിൽ
മുങ്ങിപ്പോവുകയും ചെയ്ത ദൈവപ്രവൃത്തി ഇന്ന് ഞങ്ങൾ കേട്ടുവല്ലോ. അപ്പാ, ഞങ്ങളുടെ വിശ്വാസ യാത്രയിൽ ഞങ്ങളെ തകർക്കുവാൻ, ഞങ്ങളുടെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ, കുടുംബങ്ങളെ, ആരോഗ്യത്തെ, ശുശ്രൂഷയെ, ഞങ്ങളുടെ ഭാവിയൊക്കെ ബന്ധിക്കുവാൻ പല വിധത്തിൽ ഫറവോന്റെ തന്ത്രങ്ങൾ പിന്നാലെ വരുമ്പോൾ അതിൽ തകർന്നു വീഴാതെ, സംശയിച്ചു നിൽക്കാതെ, പിന്തിരിഞ്ഞു പോകാതെ ദൈവ ശബ്ദത്തിന് ചുമൽ കൊടുക്കുവാൻ, വിശ്വസിച്ച് മുൻപോട്ട് പോകുവാൻ ഇന്ന് ഞങ്ങളെ വചനത്താൽ ഉറപ്പിച്ചതിനായി സ്തോത്രം. ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമേറിയ ജീവിതയാത്രയിൽ ഈ വചനങ്ങൾ ഞങ്ങൾക്ക് കൂട്ടായി നിൽക്കണമേ. ധൈര്യം പകരണമേ. ദൈവകൃപയോടെ പ്രതികൂലങ്ങളെ അതിജീവിപ്പാൻ സഹായിക്കണം. നീ ദൈവവചനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ച് വിശ്വാസത്തിൽ ഉറക്കപ്പെട്ടതിന്റെ മക്കൾക്കായി സ്തോത്രം. എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗീയ നന്മകൾ കൊണ്ട് നിറച്ച് ദൈവകൃപയിൽ നിലനിർത്തണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇസ്രയേലിന്റെ ശക്തനും തേരും തേരാളിയുമായവൻ ഇന്നും നമ്മോടൊപ്പമുണ്ട്. ഈ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമാവട്ടെ. നമ്മുടെ മുമ്പിൽ അലറിയാഞ്ഞൊഴുകുന്ന ചെങ്കടൽ കണ്ട് നിരാശപ്പെടേണ്ട. ശബ്ദം മുഴക്കി നമ്മെ പിടിച്ചുകൊണ്ട് പോകുവാൻ വരുന്ന ഫറവോന്റെ സൈന്യത്തെ കണ്ടും ശങ്കിക്കേണ്ട. വിളിച്ച ദൈവം വിശ്വസ്തന, അക്കരെ കടത്തുവാൻ മതിയായവന. ആ ദൈവത്തിന്റെ കൃപയും സമാധാനവും ഇന്ന് പകൽ ജീവജലം ശ്രവിക്കുന്ന ഏവരുടെ മേലും സദാകാലവും ഉണ്ടാകട്ടെ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി ദൈവകൃപയോടെ നിലകൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് നമ്മെ തന്നെ താഴ്ത്തി ദൈവകരങ്ങൾ സമർപ്പിക്കാം. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.